നിലമ്പൂരിലെ ഇലക്ഷൻ ആവേശം തുടങ്ങിയിട്ട് കുറേയായി. ഇന്നിപ്പോൾ ആ ആവേശത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്, പോളിംഗിലേക്ക് എത്തുകയാണ്. രാവിലെ പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ രാവിലെ സ്വരാജ് വോട്ട് ചെയ്യുന്ന ബൂത്തിലാണുള്ളത്. ആ ബൂത്തിലേക്ക് വന്നപ്പോൾ രാവിലെ കണ്ടൊരു കാഴ്ച, രാവിലെ ഒരാളിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് രാവിലെ ഞങ്ങൾ കണ്ട 5:15 ആയപ്പോൾ വന്നു തോന്നുന്നല്ലേ ബേബിനെ? ആ സമയത്താണ് നമ്മൾ വരുന്നത്. അന്നേരം ഒരാൾ രാവിലെ ഇരിക്കുന്നു. അന്നേരം നമ്മൾ ചോദിക്കണം, നമുക്കൊരു കൗതുകം തോന്നിയിട്ട് ചോദിക്കുകയാണ്. സാധാരണ 7 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ ആൾക്കാർ വരിക. അന്നേരം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഈ ശീലമേ ഈ രാവിലെ എത്ര മണിക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ രാവിലെ വന്ന് വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്ര നേരത്തെ തന്നെ വന്നിട്ട് ഫസ്റ്റിൽ വോട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മുമ്പേ ഉള്ളതാണ്. എത്ര വർഷമായിട്ടുണ്ട് ഇങ്ങനത്തെ ശീലം, ഈ രാവിലെ വന്ന് വോട്ട് ചെയ്യുന്ന ശീലം? ശരിക്കും എനിക്ക് ആദ്യത്തെ വോട്ടിലൊന്നും ഇങ്ങനത്തെ ഇത് കമ്പല്ലായിരുന്നു. പിന്നീട് വന്ന 2 വോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പാർലമെൻറ്റിലും അസംബ്ലിയിലും പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഇത് തിരക്ക് രാവിലെ പിന്നീടായി പോയ തിരക്കാവും എന്ന് കരുതിയിട്ടാണോ രാവിലെ വരുന്നത്, അതോ അതൊരു ശീലമായി പോയതുകൊണ്ടാണോ? തിരക്കല്ല, രാവിലെ നമ്മൾ ചെയ്തു പോകുന്ന ഒരു ശീലം മറക്കൂലല്ലോ. മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ? അതുണ്ട്, മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം. നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കും ഉറപ്പായിട്ടല്ലേ? തീർച്ചയായിട്ടും ജയിക്കും. അങ്ങനെ ഞാൻ ആരാന്ന് ചോദിക്കുന്നില്ല, ചോദിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാലും പറയൂല, നിങ്ങൾ ചോദിച്ചാലും ഞാൻ പറയൂല. രണ്ടാളും തുല്യ. എന്താ ഒറ്റയ്ക്ക് എന്താ വീട്ടിൽ നിന്ന് വേറെ ആരും അവരൊക്കെ വരുമോ വോട്ട് ചെയ്യാൻ? അവരെല്ലാവരും വരും, പക്ഷെ എൻ്റെ ബാക്കിൽ അവർ വരുള്ളൂ. എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് എന്നുള്ള അതാണ്. രാവിലെ പുലർച്ചെ തന്നെ അത് ഒരു ശീലമാക്കി മാറ്റിയ ആളാണ്. പുലർച്ചെ തന്നെ വരിക, ആദ്യം വോട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വ്യത്യസ്തമായ വോട്ടർമാരെ കാണുന്ന ഇടം കൂടിയാണ് നിലമ്പൂർ.